ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഓൺ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ദി അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ കോസ്റ്റ് വെൻ ദ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിൽ ഒരു യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ടോട്ടൽ ഔട്ട്പുട്ടിലേക്ക് ഒരു യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഇൻക്യൂർ ആവുന്ന ആ ഒരു ചേഞ്ച്, അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ടോട്ടൽ ഒരു 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ 1000 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് ഇൻക്യൂർ ആവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2000 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ 1000 എന്നുള്ളത് നമ്മൾ 1001 ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2002 ആവുന്നു. ഓക്കെ, അപ്പോൾ എത്ര അഡീഷനാണ് ഉണ്ടായത്? ഒരു 2 റുപ്പീസിൻ്റെ ഇൻക്രീസ് ഉണ്ടായി അല്ലേ? അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റിലുണ്ടായ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു അഡീഷൻ, അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so it is the addition made to total cost when the output is increased by 1 unit. ഔട്ട്പുട്ടിൽ ഒരു അഡീഷണൽ യൂണിറ്റ് കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ആ ഒരു അഡീഷനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്. Under marginal costing, it is assumed that all costs can be classified into fixed and variable cost. ഇനി നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇതിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഓർഗനൈസേഷനിൽ ഇൻക്യൂർ ആവുന്ന എല്ലാ കോസ്റ്റുകളെയും നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഇനി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ചസ് വന്നാലും, അതായത് നമ്മളത് എത്രത്തോളം ഇൻക്രീസ് ചെയ്താലും ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. മനസ്സിലായോ? അതായത് ഔട്ട്പുട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫിക്സഡ് ആയിരിക്കും, അതിലൊരു ചേഞ്ചസും വരുന്നില്ല. ഓക്കെ, അതിന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അതുപോലെ ഇൻഷുറൻസ്, ഓക്കെ, അതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സാലറി ഒക്കെ പറയുമ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരു 10,000 റുപ്പീസ് പെർ മന്ത് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇയറിൽ 1,20,000 അത് ഫിക്സഡ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ആ ഒരു സാലറിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഔട്ട്പുട്ട് കൂടിയെന്ന് വെച്ചിട്ട്, ഔട്ട്പുട്ട് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് ഈ ഒരു എമൗണ്ടിൽ എന്തുണ്ടാവുന്നില്ല, ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then variable cost change in direct proportion with the volume of output. പക്ഷേ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് എന്തിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു? വാരിയബിൾ കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ ലേബർ കോസ്റ്റ്, അതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഔട്ട്പുട്ട് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടി വരും? അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കേണ്ടി വരും, ലേബർ വേണ്ടി വരും, ഇല്ലേ? അപ്പോൾ എന്തുണ്ടാവും? ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതേ പ്രപ്പോർഷനിൽ തന്നെ ഈ മെറ്റീരിയൽസിലും ലേബേഴ്സിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് അതേ പ്രപ്പോർഷനിൽ തന്നെ ചേഞ്ചസ് വരുന്ന കോസ്റ്റുകളെയാണ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the variable or marginal cost per unit remain constant at all levels of output. ഇനി ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഈ വാരിയബിൾ കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് തന്നെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു, മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫിക്സഡ് ആയിരിക്കും. വാരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതേ പ്രപ്പോർഷനിൽ തന്നെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിപ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 1000 യൂണിറ്റ്സ് ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഇൻക്യൂർ ആവുന്നത് 2000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് 1000 യൂണിറ്റ്സിന് 2000 റുപ്പീസാണ് വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഇൻക്യൂർ ആവുന്നത്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? ഈ 2000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 റുപ്പീസ് എന്ന് കിട്ടും. അതായത് ഒരു യൂണിറ്റിൻ്റെ മുകളിൽ ഇൻക്യൂർ ആവുന്ന വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 2 റുപ്പീസാണ് അല്ലേ? ഇനി നമ്മൾ ഈ ടോട്ടൽ ഔട്ട്പുട്ട് എന്നുള്ളത് 1500 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു 500 യൂണിറ്റ്സ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ഇൻക്രീസ് ആയിട്ട് എത്രയായി? 3000 ആയി. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും?
3000 ഡിവൈഡഡ് ബൈ 1500. ആ സമയത്ത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് 3000 ഡിവൈഡഡ് ബൈ 1500 ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടും? ₹2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? വാരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷനേറ്റ്ലി ചേഞ്ച് ചെയ്യും. പക്ഷേ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിനെ പറ്റി പറയുന്നത്. It is a technique of costing in which only marginal cost or variable cost are charged to output or production. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ പറഞ്ഞു, ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഈ കോസ്റ്റിംഗ് ടെക്നിക്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ആവുന്ന എല്ലാ കോസ്റ്റുകളെയും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും. വാരിയബിൾ കോസ്റ്റ് തന്നെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അത് ഫിക്സഡ് ആയിരിക്കും, ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടായാലും അതിൽ ചേഞ്ച് വരുന്നില്ല. ഇനി വാരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാകുന്ന അതേ പ്രപ്പോർഷനിൽ തന്നെ വാരിയബിൾ കോസ്റ്റിലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലേ? പിന്നെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ടും വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് പ്രപ്പോർഷനേറ്റ്ലി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടും ഈ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്കിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഇൻക്ലൂഡ്സ് ഓൺലി വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആർ നോട്ട് ചാർജ് ടു ഔട്ട്പുട്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, വാരിയബിൾ കോസ്റ്റ് മാത്രമേ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് ആർ ഇൻക്ലൂഡ് ഫോർ എ പീരീഡ്, ദെർഫോർ ദീസ് ആർ റിഗാർഡഡ് ആസ് പീരീഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടിയുള്ള കോസ്റ്റാണ്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ സാലറിക്ക് ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള കോസ്റ്റ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പീരീഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ഫിക്സഡ് കോസ്റ്റ് ആർ ഡയറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഈ പീരീഡ് കോസ്റ്റിനെ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു പീരീഡ് കോസ്റ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വാരിയബിൾ കോസ്റ്റിന് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നു. ഇനി ഒരു ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു CIMA, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദി അസർടൈൻമെന്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ഓർ മാർജിനൽ കോസ്റ്റ് ആൻഡ് ഓഫ് ദി എഫോർട്ട് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോള്യൂം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളൊരു ടേമാണ് പറഞ്ഞത്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ കോസ്റ്റുകളും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും. ഫിക്സഡ് കോസ്റ്റ് പീരീഡ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഇൻക്യൂർ ആവുന്നതാണ്. ഇതിനെ നമ്മൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി വാരിയബിൾ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് എന്താ പറയുക, ഔട്ട്പുട്ടിലുണ്ടാകുന്ന അതേ പ്രപ്പോർഷനേറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് ഇതിലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ എന്തിലേക്ക് ചാർജ് ചെയ്യും? പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിലേക്ക്. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഇത് ചാർജ് ചെയ്യും. വാരിയബിൾ കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യും. ഈ വാരിയബിൾ കോസ്റ്റ് പ്രപ്പോർഷനേറ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അസംഷൻസ് നോക്കാം. അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. All costs can be classified into fixed and variable elements. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എല്ലാ കോസ്റ്റുകളെയും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും, അല്ലെങ്കിൽ ഫിക്സഡ് എലമെൻറ്റ്സ് എന്നും വാരിയബിൾ എലമെൻറ്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് വൺ, സെമി വാരിയബിൾ കോസ്റ്റ് ആർ ഓൾസോ സെഗ്രിഗേറ്റഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വാരിയബിൾ എലമെൻറ്റ്സ്. സെമി വാരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്തായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഫിക്സഡ് എന്നും വാരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് പോയിന്റ് പറയുന്നത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ വിത്ത് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഫോളോസ് എ ലീനിയർ റിലേഷൻ വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ്. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വാരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രപ്പോർഷനേറ്റ് ചേഞ്ചിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഇവയ്ക്ക് രണ്ടിനും വാരിയബിൾ കോസ്റ്റിൻ്റെ മുകളിലൊരു ലീനിയർ റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്ര ചേഞ്ച് ചെയ്താലും ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. These are incurred for a period and have no relation with output and directly transfer to cost in P&L account. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ഔട്ട്പുട്ടിൻ്റെ മുകളിൽ ചാർജ് ചെയ്യില്ല, നമ്മളിത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ആൻഡ് നോട്ട് അറ്റ് ടോട്ടൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മാർജിനൽ കോസ്റ്റിലാണ് എന്ത് ചെയ്യുക? വാല്യൂ ചെയ്യുക, അല്ലാതെ ടോട്ടൽ കോസ്റ്റിൻ്റെ ബേസിലല്ല. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം. സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ സെയിം ആയിരിക്കും. സെല്ലിംഗ് പ്രൈസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. The product or sales mix remain constant over a period of time. പിന്നെ പറയുന്നത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെയിൽസ് മിക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. The relative profitability of product or department is based on the contribution it gives and not based on the profit.
ഇനി പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായി വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്നുള്ളത് ഇപ്പം 3 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണെങ്കിൽ അവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റുകളെ കമ്പയർ ചെയ്യാനോ അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റുകളെ കമ്പയർ ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷനാണ്. ഇനി എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസും വാരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ആവുന്ന ടോട്ടൽ സെയിൽസും വാരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നു. ഇനി എന്താണ് കോൺട്രിബ്യൂഷൻ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾക്ക് കൂടുതലും മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് വരാറുണ്ട് ഇല്ല. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഫോമാറ്റാണ്, സിമ്പിളാണ്, ഇത് നമ്മൾ നന്നായി പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. സെയിൽസ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഒക്കെ ആയിരിക്കും തരിക. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യം നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ടോട്ടൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബാക്കി എല്ലാ ഇതും, അതായത് സെയിൽസ് ആണെങ്കിലും വാരിയബിൾ കോസ്റ്റ് ആണെങ്കിലും അതെല്ലാം പെർ യൂണിറ്റ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന പെർ യൂണിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ടോട്ടൽ ഔട്ട്പുട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോമാറ്റ് ആദ്യം നോക്കി നോക്കുക. അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ടി വരും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു ടോട്ടൽ ഔട്ട്പുട്ട്. അതായത് ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ നമുക്കൊരു 10 റുപ്പീസാണ് തന്നിരിക്കുന്നത്, ടോട്ടൽ ഔട്ട്പുട്ട് ആ ഓർഗനൈസേഷനിൽ ഒരു 10,000 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? 10,000 ഇൻറ്റു 10 ആണ്. അപ്പോൾ നമുക്ക് 1 lakh കിട്ടും. ഓക്കെ, അതാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിക്കണം. ഓരോ ഐറ്റത്തിന് പെർ യൂണിറ്റാണ് തന്നതെങ്കിൽ അതിനെ നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് വേണം ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സെയിൽസ് ആദ്യം എഴുതും നമ്മൾ. സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആണ് മൈനസ് ചെയ്യുക. വാരിയബിൾ കോസ്റ്റ് തന്നെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം മൈനസ് ചെയ്യുക. ഈ വാരിയബിൾ കോസ്റ്റിൽ മെയിനായിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഡയറക്റ്റ് ലേബർ വരും, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ വാരിയബിൾ ഓവർ ഹെഡ്സ് വരും. ഇത്രയും ഐറ്റംസ് വാരിയബിൾ കോസ്റ്റിന് കീഴിൽ വരുന്നതാണ്. ഇതെല്ലാം ചിലപ്പോൾ പെർ യൂണിറ്റ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനെയും എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? ഔട്ട്പുട്ട് കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എല്ലാ ഐറ്റംസും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സെയിൽസ് നിന്ന് ഈ വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. അതിനുശേഷം ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള പക്ഷേ പെർ യൂണിറ്റിലൊന്നുമല്ല തരിക. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ എമൗണ്ട് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ടോട്ടൽ എമൗണ്ട് തന്നെയാണ് തരാറുള്ളത്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ ഈസ് ദി എക്സസ് ഓഫ് സെയിൽസ് ഓവർ മാർജിനൽ കോസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർജിനൽ കോസ്റ്റിനേക്കാൾ എത്ര കൂടുതലാണ് സെയിൽസ്, അതായത് സെയിൽസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി പ്രോഫിറ്റ്. ഇത് പ്യൂർലി പ്രോഫിറ്റ് അല്ല. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല. ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ബിഫോർ റിക്കവറി ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഉള്ളൊരു പ്രോഫിറ്റാണത്. ഓക്കെ, ഇത് കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഇനി എന്തുകൂടി മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റും കൂടി മൈനസ് ചെയ്താലേ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ആർ ഫസ്റ്റ് നെറ്റ് ഔട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഓൺലി ദ റിമൈനിങ് എമൗണ്ട് ഈസ് റിഗാർഡഡ് ആസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കൂടി മൈനസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടുള്ളൂ. കോൺട്രിബ്യൂഷൻ ഈസ് എൻ ഇൻഡെക്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കാറുണ്ട്. ഇറ്റ് ഹാസ് എ ഫിക്സഡ് റിലേഷൻഷിപ്പ് വിത്ത് സെയിൽസ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിൽ ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ലാർജർ ദ സെയിൽസ് മോർ വിൽ ബി ദി കോൺട്രിബ്യൂഷൻ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ സെയിൽസ് കൂടുതലാണെങ്കിൽ, ഒരു ഓർഗനൈസേഷനിൽ സെയിൽസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷനും എന്ത് തന്നെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി സെയിൽസ് കുറവാണെങ്കിൽ കോൺട്രിബ്യൂഷനും എന്ത് തന്നെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് PV റേഷ്യോ. ഇത് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും PV റേഷ്യോ എന്ന് പറയുന്നതും മാർജിനൽ കോസ്റ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് PV റേഷ്യോ നോക്കാം. കോൺട്രിബ്യൂഷൻ ഈസ് എൻ ആബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ബട്ട്
ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് ടു പ്രൊഡക്ട്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകളോ തമ്മിലോ, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റുകളെ തമ്മിലോ ഇല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും കോൺട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്താ പറയുക, റീസൺ എന്ന് പറയുന്നത് രണ്ടിനും സെയിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടിനും സെയിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ രണ്ടിൻ്റെ കോൺട്രിബ്യൂഷനും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുക വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ട് സ്റ്റുഡൻസ് എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റുഡൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് നോക്കുകയാണ്. അപ്പോൾ എക്ക് ഔട്ട് ഓഫ് 100 ഒരു 60 മാർക്സാണ് കിട്ടിയിരിക്കുന്നത് വിചാരിക്കുക. അതുപോലെ ബിക്ക് ഔട്ട് ഓഫ് 200 ഒരു 100 മാർക്സാണ് കിട്ടിയിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഇവർക്ക് ആർക്കാണ് ഇപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയണം. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ രണ്ട് പേർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഡിഫറെൻ്റ് ആണ്. ഇനി അത് ഔട്ട് ഓഫ് എന്നുള്ളത് ടോട്ടൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് 100-ലാണ്, ഒരാൾക്ക് മാർക്ക് വന്നിരിക്കുന്നത് 200-ലാണ് അല്ലേ. അപ്പോൾ ആർക്ക് കൂടുതൽ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ പറയാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എന്താ പറയുക, ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റുഡൻറ്റിന് എന്താ പറയുക 60 ഔട്ട് ഓഫ് 100 എന്ന് പറയുമ്പോൾ 60% മാർക്ക് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് 100 ഔട്ട് ഓഫ് 200 എന്ന് പറയുമ്പോൾ 50% മാർക്ക് ഉണ്ട്. ഇപ്പോൾ കമ്പാരിസൺ കുറച്ചും കൂടി ഈസി ആയി അല്ലേ. ഒരാൾക്ക് 60%, മറ്റാൾക്ക് 50%. അപ്പോൾ ആദ്യത്തെ ആൾക്കാണ് കൂടുതൽ മാർക്ക് ഉള്ളത്. അപ്പോൾ അതുപോലെ കോൺട്രിബ്യൂഷനെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സെയിൽസ് എന്നുള്ളത് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആണ്, കോൺട്രിബ്യൂഷൻ എന്നുള്ളത് രണ്ടുപേരുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത് നമ്മൾ പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പി വി റേഷ്യോ എന്ന് പറയുന്നത്, പി വി റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അതായത് ഓരോ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ, അല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പി വി റേഷ്യോ കിട്ടും, അതുപോലെ ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പി വി റേഷ്യോ കിട്ടും. നമ്മളിപ്പോൾ രണ്ട് സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ രണ്ടുപേരുടെയും റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പെർസെൻറ്റേജിലാണ് കിട്ടുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കമ്പാരിസൺ എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ കമ്പാരിസൺ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പി വി റേഷ്യോ യൂസ് ചെയ്യുന്നത്. പി വി റേഷ്യോയുടെ ഫോർമുല നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, വെൻ ദ പി വി റേഷ്യോ ഈസ് ഹയർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് വിൽ ഓൾസോ ബി ഹയർ. പി വി റേഷ്യോ കൂടുതലാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതും കൂടുതലാണ്. ഇറ്റ് ഈസ് എൻ ഇൻഡെക്സ് ഓഫ് റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനോ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പി വി റേഷ്യോ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ഫോർമുല പഠിച്ചു. ഈ ഫോർമുലകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് കേട്ടോ. അതിനൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട് എക്സാംസിനൊക്കെ. അപ്പോൾ പി വി റേഷ്യോ ഫോർമുല നമ്മൾ പറഞ്ഞു. ഈ പി വി റേഷ്യോയുടെ ഒരു ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കോൺട്രിബ്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റും, സെയിൽസും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു ഐറ്റം തന്നില്ലെങ്കിൽ നമുക്ക് ബാക്കി തന്നിട്ടുള്ള 2 ഐറ്റംസ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമുല, പി വി റേഷ്യോ ഫോർമുല നന്നായിട്ട് പഠിക്കുക. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെയിൽസ് ഇസ് ഈക്വൽ ടു, സെയിൽസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വെച്ചാൽ സെയിൽസ് ഇസ് ഈക്വൽ ടു എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഇൻറ്റു 100 ആണ്. ഓക്കെ, അതുപോലെ കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ ഫോർമുലയിൽ തന്നെ ഈ 3 ഫോർമുലകൾ ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട്, 3 കേട്ടോ. ഇനി അതിന് ശേഷം പി വി റേഷ്യോ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കോൺട്രിബ്യൂഷനും സെയിൽസും തന്നാലേ നമുക്ക് പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ ഒരു പ്രോബ്ലത്തിൽ കോൺട്രിബ്യൂഷനും സെയിൽസും തന്നില്ല വിചാരിക്കുക, പകരം നമുക്ക് തന്നിട്ടുള്ളത് 2 ഡിഫറെൻറ്റ് പീരീഡ്സിൽ. ഇപ്പോൾ 2010-ലും 2011-ലും സെയിൽസുകൾ തന്നിട്ടുണ്ട്, സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, 2010, 2011 സെയിൽസ് 2 ഡിഫറെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് 2 ഡിഫറെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്മളോട് പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വെച്ച് കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല, സെയിൽസ് ആണെങ്കിൽ 2 സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയുന്നത്. അതായത് 2010-ലും 11-ലും പ്രോഫിറ്റിലുണ്ടായ ചേഞ്ച്, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 1 lakhും സെക്കൻഡ് ഇയറിൽ 1,20,000 ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് 20,000 ഡിവൈഡഡ് ബൈ സെയിൽസിലുള്ള ചേഞ്ച്, സെയിൽസ് 2 ഡിഫറെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, അതിലുണ്ടായ ചേഞ്ച്, അതാണ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും, പി വി റേഷ്യോ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇനിയൊരു ഫോർമുല കൂടിയുണ്ട്. അതാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇൻറ്റു 100. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട്
ഏത് ഫോമിലാണ് യൂസ് ചെയ്യാൻ പറ്റുക അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ഫോമിലാണ് പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഇവൻ സെയിൽസും ബ്രേക്ക് ഇവൻ പോയിൻ്റൊക്കെ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളാണ്. അത് നമ്മൾ ഇനി കവർ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്രേക്ക് ഇവൻ സെയിൽസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലെവൽ, അതിപ്പോൾ സെയിൽസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന ടൈമിൽ ആ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ കോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഓർഗനൈസേഷൻ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ ഓർഗനൈസേഷന് കിട്ടിയിട്ടുള്ള റവന്യൂ ഈക്വൽ ആവുകയാണ്. അതായത് ആ ഒരു പോയിന്റ് എത്തുന്ന ടൈമിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റും ഉണ്ടാവുന്നില്ല, ലോസും ഉണ്ടാവില്ല. നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനാണ് ആ സമയത്ത് പ്രിവെയിൽ ആവുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആവുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുക. ആ സമയത്തുള്ള സെയിൽസിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റും ബ്രേക്ക് ഇവൻ സെയിൽസും ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് പി വി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോമുലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി വി റേഷ്യോ ഒക്കെ ഒരുവിധം എല്ലാ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക, ഈ ഫോമുലാസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ പ്രോബ്ലത്തിൽ ഞാൻ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഔട്ട്പുട്ട് നമുക്ക് ആദ്യം തന്നെ തരും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ് ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്, ₹12 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ₹5, ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് ₹2, വാരിയബിൾ ഓവർ ഹെഡ്സ് പെർ യൂണിറ്റ് ₹1, ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് ഫുൾ എമൗണ്ട് ആണ് 60,000. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ മാർജിനൽ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ്, പി വി റേഷ്യോ, ഇത്രയും കാര്യങ്ങളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഒരു പെർട്ടിക്കുലർസ് കോളം, പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം, പിന്നെ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ആ ഔട്ട്പുട്ട് എഴുതി വെക്കുക, ഫോർ 20,000 യൂണിറ്റ്സിനെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം തന്നിരിക്കുന്ന പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഔട്ട്പുട്ട് കൊണ്ട് ഇൻഡ്യൂ ചെയ്താലേ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, അത് മുകളിൽ ബ്രാക്കറ്റിൽ ഇത്ര യൂണിറ്റ്സ് ആണെന്ന് എഴുതി വെക്കുക, 20,000 യൂണിറ്റ്സ്. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഐറ്റം എന്തായിരുന്നു, സെയിൽസ് ആയിരുന്നു അല്ലേ. അപ്പോൾ സെയിൽസ് എഴുതി, പെർ യൂണിറ്റ് 12 ആണ്. അപ്പോൾ 12 എഴുതി കോസ്റ്റ് പെർ യൂണിറ്റിൽ. ഇനി എത്ര ടോട്ടൽ സെയിൽസ് വരിക, 12 ഇൻറ്റു 20,000, 20,000 എന്നുള്ള മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 20,000, അപ്പോൾ നമുക്ക് 2,40,000 കിട്ടി. അപ്പോൾ സെയിൽസ് കിട്ടി 2,40,000. ഇനി നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത്, ലെസ് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് അല്ലേ. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു അതിൽ എന്തൊക്കെ ഐറ്റം ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റിൽ പെടും, ഡയറക്റ്റ് ലേബർ പെടും, വാരിയബിൾ ഓവർ ഹെഡ്സ് പെടും അല്ലേ. അപ്പോൾ ഈ 3 ഐറ്റംസും അതിൽ വരും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ₹5 ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 20,000, അപ്പോൾ നമുക്ക് 1 lakh എന്ന് കിട്ടി, അത് മൈനസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ₹2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 20,000 40,000, അത് മൈനസ് ചെയ്യണം. അതുപോലെ വാരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ₹1 ആണ്, 1 ഇൻറ്റു 20,000 20,000, അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തെന്നാ മൈനസ് ചെയ്യണം, സെയിൽസ് നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 2,40,000 1 lakh 40,000 20,000, അതായത് 1,60,000 നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2,40,000 1,60,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ₹80,000. അതിന് എന്ത് പേരാ പറയുക, സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ആണ് 80,000 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യും. ലെസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 60,000, അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ₹20,000. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1,60,000 എന്നുള്ളത് അല്ലേ. ടോട്ടൽ വാരിയബിൾ കോസ്റ്റോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh + 40,000 + 20,000, 1,60,000 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചത്. കോൺട്രിബ്യൂഷൻ നമ്മൾ 80,000 അല്ലേ. സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ സെയിൽസ് ആയ 2,40,000 വാരിയബിൾ കോസ്റ്റ് ആയ 1,60,000 മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ 80,000 ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. അടുത്തത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ₹20,000. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പി വി റേഷ്യോ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പി വി റേഷ്യോയുടെ ഫോമുല എന്താ, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 80,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്, 2,40,000 ഇൻറ്റു 100. അപ്പോൾ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, അതായത് 80,000 ഡിവൈഡ് ബൈ 2,40,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 33.33% എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പി വി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫോമുലയൊക്കെ നന്നായി പഠിച്ചു വയ്ക്കാം. ഇനി ഇതിൽ
നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. Marginal costing, it is a technique that assumes only variable cost as product cost. Fixed cost is assumed as cost for the period. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഇൻക്യൂർ ആവുന്ന എല്ലാ കോസ്റ്റുകളെയും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും. ഫിക്സഡ് കോസ്റ്റിന് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, അത് പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യില്ല. വാരിയബിൾ കോസ്റ്റിന് പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യും അല്ലേ. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് അസ്യൂംസ് ബോത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കും. രണ്ട് കോസ്റ്റിനെയും പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കും, അതായത് പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഓക്കെ, ഇനി മാർജിനൽ കോസ്റ്റിങ്ങിൽ ഓവർ ഹെഡ്സ് ഇൻക്ലൂഡ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗിൽ രണ്ട് ഓവർ ഹെഡ്സ് ആണുള്ളത്, ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പ്രൊഡക്ഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയാണ് അതിലത്തെ ഓവർ ഹെഡ്സ് വരുന്നത്. ഓക്കെ, ഇനി മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് പി വി റേഷ്യോ. പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി വി റേഷ്യോ ബേസിസിലാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫിക്സഡ് കോസ്റ്റും കൂടി കൺസിഡർ ചെയ്ത ശേഷം പ്രോഫിറ്റ് തീരുമാനിക്കുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഇൻവെൻറ്ററീസ് ഓർ സ്റ്റോക്സ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ്. ഇൻവെൻറ്ററീസും അതുപോലെ സ്റ്റോക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിസിലാണ്. ഓക്കെ, എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ദേ ആർ വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെൻറ്ററീസും സ്റ്റോക്സും എല്ലാം വാല്യൂ ചെയ്യുക. ഇതാണ് മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മാർജിനൽ കോസ്റ്റ് എന്താണ്, അതുപോലെ മാർജിനൽ കോസ്റ്റിംഗ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയ കോൺട്രിബ്യൂഷൻ, പി വി റേഷ്യോ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഇനി രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കൂടി ഉണ്ട്, ബ്രേക്ക് ഈവൻ അനാലിസിസും CVP അനാലിസിസും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നെടുത്തതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ലേണേഴ്സ്.